ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പതിവ് പോലെ ലൈക്ക് ചെയ്യണം കേട്ടോ. അത് പിന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഞങ്ങൾ ഇന്ന് കേവലം 4 മണിക്ക് കഴിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു സ്നാക്കെന്ന് തന്നെ പറയാം സ്നാക്കാണ് തയ്യാറാക്കണത്. അതായത് നേന്ത്രപ്പഴം ഉപയോഗിച്ചുള്ള ഒരു അട. നേന്ത്രപ്പഴവും ശർക്കരയും തേങ്ങയും വിളയിച്ചിട്ട് അരിപ്പൊടി കുഴച്ച് തയ്യാറാക്കണ സാധാരണ രീതിയിൽ അരിപ്പൊടി കുഴച്ചിട്ട് തയ്യാറാക്കണ വാഴയിലയിൽ പുഴുങ്ങിയെടുക്കുന്ന ഒരു അടയാണ് ചെയ്യുന്നത്. നേന്ത്രപ്പഴമൊക്കെ പല രീതിയിൽ കഴിച്ചു കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നിക്കഴിയുമ്പോൾ പിള്ളേർക്കും ഒക്കെ വൈകുന്നേരം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ ഇഷ്ടപ്പെടും. ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞങ്ങൾ കിച്ചണിൽ പോയി അതിൻ്റെ പരിപാടികൾ തുടങ്ങട്ടെ കേട്ടോ. പല അടകളും നമ്മളിപ്പോൾ ലൈവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ അടയാണ്. അതായത് എന്തടയാണെന്നുള്ളത് പൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ട് തേങ്ങ ശർക്കരയും വിളയിക്കുമ്പോൾ പറയാം. ഇപ്പം തൽക്കാലം സസ്പെൻസിലിരിക്കട്ടെ. ആദ്യം അരിപ്പൊടി കുഴയ്ക്കാനായിട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കണം. തിളപ്പിച്ച വെള്ളം കൊണ്ടാണ് പൊടി കുഴക്കേണ്ടത്. എന്നാലേ സോഫ്റ്റ് ആയി കിട്ടുള്ളൂ. പൊടി അപ്പത്തിന്റെ അരിപ്പൊടിയാണ് യൂസ് ചെയ്യണം. നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി. അപ്പൊ നമുക്ക് ആദ്യം അതിന് മുന്നോടിയായിട്ട് വെള്ളം തിളപ്പിക്കാം. ഞാൻ 1.5 ഗ്ലാസ് വെള്ളം, അതായത് സ്റ്റീൽ ഗ്ലാസ്സിന് ഞാൻ ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം തൽക്കാലം സോസ്പാനിലേക്ക് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത്രയും വേണ്ടി വരില്ല. പക്ഷെ എത്രയാന്ന് നമുക്ക് കുഴയ്ക്കുമ്പോൾ നോക്കിക്കളയാം. അപ്പൊ ഇതിൽ പൊടി ഇരിക്കണോണ്ടാട്ടോ ഗ്ലാസ്. സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. അടയ്ക്കൊരു സ്വല്പം ഉപ്പ് ഇത് വേണമല്ലോ ഈ അടയുടെ പുറം പ്രതലത്തിന്. അപ്പൊ അതിനു വേണ്ടി അതിനു വേണ്ടിയുള്ള ഉപ്പും കൂടാതെ ഞാൻ വെള്ളം തിളപ്പിക്കുമ്പോൾ എപ്പോഴും ഒന്നുമല്ലെങ്കിൽ സ്വല്പം നെയ്യ് അല്ലെങ്കിൽ സ്വല്പം വെളിച്ചെണ്ണ ഏതെങ്കിലും ചേർത്ത് കൊടുക്കും. അപ്പൊ നെയ്യ് ഇരുന്നത് കൊണ്ട് ഒരു പൊടിക്ക് മതി. അതൊരു മയം കിട്ടാനും ഒരു ടേസ്റ്റിന് അത് ചേർക്കുക കേട്ടോ. ഇനി വെട്ടി തിളക്കണം. തിളച്ച് കഴിഞ്ഞിട്ടേ പൊടി കുഴയ്ക്കാൻ പറ്റുള്ളൂ. തിളക്കട്ടെ അല്ലേ? തിളക്കട്ടെ. ഇനി നമ്മളിത് ഈ ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് നൈസായിട്ടുള്ള അപ്പത്തിന്റെ വറുത്ത അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അത് കുഴയ്ക്കാനുള്ള ബേസിനിലേക്ക് ഇടുക കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ചു. ഉപ്പും നെയ്യും ചേർത്ത ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് കാണിക്കാം. അപ്പൊ അളവ് നോക്കാലോ നമുക്ക്. കുറച്ചൊഴിക്കട്ടെ. കുറച്ചായിട്ട് ഒഴിച്ച് കുഴക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോവുക വെള്ളം. അതാ വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട്, വറുത്ത അപ്പത്തിന്റെ പൊടിയായിട്ട്, അതുകൊണ്ട് വെള്ളം വേണ്ടി വരും. വറുത്ത പൊടി ആയതുകൊണ്ട്. പച്ചപ്പൊടിയാണെങ്കിൽ ഇത്രയും വേണ്ടി വരില്ല. നനവുണ്ടാവൂലേ? ചിരിച്ച് ഒഴിച്ച് ഇത് ഇങ്ങനെ തൽക്കാലം ഈ ഇങ്ങനെ ചട്ടകം കൊണ്ടൊന്ന് കുഴച്ചേച്ച് പിന്നെ കൈ കൊണ്ട് കുഴയ്ക്കണം. നൈസ് ആവാൻ വേണ്ടി, നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടി. അത് ഈ ചൂടോട് കൂടി തൊടാൻ പറ്റൂല. തിളച്ച വെള്ളമല്ലേ. അതുകൊണ്ടാണ് തൽക്കാലം ചട്ടകം കൊണ്ട് ചെയ്യണം. ചട്ടകോ സ്പൂൺ എന്നാന്ന് വെച്ചാൽ ചെയ്യാട്ടോ. അത് ഓരോരുത്തരുടെ ഇത് പോരാ, ഇച്ചിരി വേണം. വറുത്ത പൊടിയിട്ട് വെള്ളം ചേരുമ്പോ അങ്ങനെ ഇതായി പോവും പൊടി. ഇത് ചിലപ്പോൾ മതിയാവും. ഇച്ചിരി ഒന്ന് കുഴച്ചിലായിട്ട് വെക്കണം. അപ്പം നമ്മളൊരു 10-15 മിനിറ്റ് വെച്ചേച്ച അട പരത്തണത്. ഈ ചൂടോടുകൂടി പരത്തൂലല്ലോ. അപ്പം ഒരു സ്വല്പം കൂടുതൽ വെള്ളാംശം ഇതിലിരുന്നാലാണ് ആ സമയമാകുമ്പോൾ കറക്റ്റ് നനവായിട്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നനവിൽ ഇപ്പോൾ വെച്ചാൽ നമ്മളൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് ഉണങ്ങും പൊടി. പിന്നെ അങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ തിളപ്പിച്ച വെള്ളം വെച്ചിരിക്കണം. അന്നേരം സ്വല്പം ചേർത്ത്, ചൂടാറിപ്പോയാലും കുഴപ്പമില്ല, തിളച്ച വെള്ളമല്ലേ, ചേർത്ത് നനച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പം നമുക്ക് തൽക്കാലം ഞാനൊന്ന് കൈ കൊണ്ട് പിടിച്ചു നോക്കട്ടെ കേട്ടോ ഇതിൻ്റെ നനവ്. എന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഈ നനവും മതി. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ചൂടാണല്ലോ, കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റില്ല. ചൂടാ, അത്രയും ചൂട് കൈ പിടിക്കാൻ പറ്റില്ല. ആവി പറക്കണം. തിളച്ച വെള്ളമല്ലേ. എങ്ങനെയാന്ന് വെച്ചാൽ ഞാനൊന്ന് കാണിക്കാം. എൻ്റെ പാകം ചൂട് കൊണ്ട് പേടിയാ കൈ. ഇങ്ങനെ ഉണ്ട പോലെ ഇങ്ങനെ പിടിക്കുമ്പോൾ കയ്യിൽ പിന്നെ ആവട്ടെ കാണിക്കാം. ഉണ്ട പോലെ
ഇവിടെ നോക്കി പിടിക്കുമ്പോ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കരുത്. ഇതാണ് ശരിക്കുള്ള പാകം. ഇനി ഇലയിൽ വെച്ച് നമ്മൾ പരത്താനുള്ളതാണ്. അമ്മ പറഞ്ഞില്ലേ ഇത് ഇരിക്കുമ്പോ കുറച്ചൊന്ന് ഡ്രൈ ആവും. അന്നേരം നമുക്ക് ഡ്രൈ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചൊരു വെള്ളം ചേർത്ത് കുഴച്ചാൽ മതി. അപ്പൊ പിന്നെ പ്രശ്നമില്ല, ഇത് തണുത്തോളും തിളപ്പിച്ച വെള്ളം. ഈ കോഴിക്കോട്ടൊക്കെ കോഴിക്കോട്ടെ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇനിമേ തൽക്കാലം നമുക്കിത് ഇങ്ങനെ ഒന്ന് മൂടാൻ. ഭയങ്കര ചൂടാ, ഇപ്പൊ കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റില്ല. ഒരു 5 മിനിറ്റ് കഴിയുമ്പോ നമുക്ക് കൈകൊണ്ട് കുഴക്കണ കാണിക്കാം. ഇപ്പൊ ദേ നമ്മള് ഒരു ഗ്ലാസ് ആ വെള്ളം എടുത്തില്ലായിരുന്നോ, ആ വെള്ളം എടുത്തത് ഒരു പൊടിക്ക് വെള്ളം ബാക്കിയുണ്ട്. ആ 3/4 വറുത്ത അരിപ്പൊടിക്ക് 1 ഗ്ലാസ് കഷ്ടി വേണ്ടി വന്നില്ല. ഈ വെള്ളം ഇവിടെ ഇരിക്കട്ടെ, ചിലപ്പോ നമുക്ക് പരത്തുമ്പോ വെള്ളം വേണ്ടി വരും. പിന്നെ പിന്നെ ഈ പാത്രത്തിൽ വെള്ളം ഇരിപ്പുണ്ട് തിളപ്പിച്ച, അതവിടെ ഇരിക്കട്ടെ, കളയണ്ട. ഞാനൊന്ന് നോക്കട്ടെ കൈകൊണ്ട് കുഴക്കണ കാണിക്കാവോന്ന് ഇപ്പൊ തന്നെ. എന്നാ പിന്നെ ആ പരിപാടി ചൂടായതുകൊണ്ടേ വലിയ കുഴപ്പമില്ല. നമ്മൾ വേറെ ഇടയുടെ കാണിച്ചിട്ടുണ്ട്, ചക്കയുടെ ഒക്കെ കുഴക്കണ മെതേഡ്. പിന്നെ കുഴപ്പമില്ല പ്രേക്ഷകർക്ക്. ഇങ്ങനെ പരമാവധി ഇതാക്കി കുഴച്ച് വെക്കണം. കുഴയിലാണ് ഇതിൻ്റെ കോഴിക്കോട്ടെ അടയൊക്കെ നന്നായിട്ട് കുഴക്കണം. ഇടിയപ്പം, ഇടിയപ്പത്തിൻ്റെ ഒക്കെ പാകം ഇത്. ഇടിയപ്പം കോഴിക്കോട്ടയുടെ ഒക്കെ പാകമാണ് ഈ പാകം. തൽക്കാലം നമുക്ക് ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി പരത്താൻ നേരത്തെ എടുക്കാം. മൂടി വെക്കണം. പിന്നെ നമ്മള് അടയ്ക്ക അകത്ത് വെക്കാനുള്ള മിക്സിങ് തയ്യാറാക്കുക. അതിനായിട്ട് ശർക്കര ഉരുക്കണതാട്ടോ ഈ കാണുന്നതാണ്. ശർക്കര ഉരുക്കി ഒരുവിധം നൂൽ പരുവത്തിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോ ഞാൻ അതിന് പാകത്തിനുള്ള ഒരു 1/2 മുറി തേങ്ങ ചേർത്ത് കൊടുത്തു. അത് നമുക്ക് ശർക്കരയും തേങ്ങയൊക്കെ ഒരു മിക്സിങ്, ഒരു കോമ്പിനേഷൻ ഉണ്ട്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. അപ്പൊ ഞാനൊരു 3-4 അടയ്ക്ക് വേണ്ടിയുള്ളത് ചെയ്യണോളൂ. അപ്പൊ അതിനുള്ള മിക്സർ ആട്ടോ തയ്യാറാക്കണത്. ഇതിന്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിൽ ചെയ്യണ ഞാനൊരു സസ്പെൻസ് ആണെന്ന് പറഞ്ഞില്ല, അകത്ത് വെക്കണ മിക്സ് എന്നാന്നുള്ളത്. അപ്പൊ തേങ്ങയും ശർക്കരയും കൂടാതെ നമ്മൾ നേരത്തെ ചെയ്തേക്കണ ചക്കയുടെയാണ്. ആ ചക്ക വെക്കുന്നതിന് പകരം ഇത്തവണ നമ്മളിത് നേന്ത്രപ്പഴമാണ് വെക്കണത്. ഏത്തപ്പഴം ഒരെണ്ണം നമ്മൾ എടുത്തോളൂ. 2 ഇവിടെ എടുത്ത് വെച്ചതാ. അത് ഒരെണ്ണം നമ്മൾ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരേത്തപ്പഴം ചേർത്താൽ മതി. അതിനുള്ള അടയെ നമ്മൾ ചെയ്യണോളൂ. അപ്പൊ അത് ഞാൻ ഇതിലേക്ക് ചേർക്കുവാട്ടോ. കൂടാതെ ഒരു പൊടിക്ക് ഏലക്കയും ചതച്ച് വെച്ചിട്ടുണ്ട്. 2 കൂടെ ചേർക്കുക. ഇത് നമ്മൾ ഏത്തപ്പഴം ഇതിലേക്ക് ചേർന്നിട്ട് നന്നായിട്ട് ഇളക്കി. ഈ പാനിയല്ലോ മോനെ, അത് തന്നെ ശർക്കരപ്പാനി ഒന്ന് മെൽറ്റായി ഇതിലേക്ക് ചേർന്ന് മിക്സായി വന്ന. അപ്പൊ പഴം ഒരുവിധം ഹാഫ് വേവും ആയിക്കോളും. പിന്നെ വേവാനുള്ള പഴത്തിന്റെ വേവ് അടയ്ക്കകത്തിരുന്ന് വെന്തോളും. അങ്ങനെ ഇത് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞ് ചേർക്കണം കേട്ടോ. പഴം ഏത്തപ്പഴം, നാടൻ ഏത്തപ്പഴമാണ് ഏറ്റവും നല്ലത് രുചി. മറ്റേ ഈ വരവ് പഴം ചേർത്ത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് പഴുത്ത പഴമായിരിക്കണം. ഇനിയിപ്പോൾ ഇത് പനി പറ്റി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അട തയ്യാറാക്കാനായിട്ട് അപ്പം നമ്മൾ ഒരു മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, വെള്ളമൊക്കെ ചേർത്ത് കുഴച്ച് വെച്ചിട്ടില്ലേ, ആ മാവ് അന്നേരത്തേക്കും പാകമാവും. പരത്തിയെടുക്കാൻ ചൂടാറി കിട്ടും. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇതിൻ്റെയും ചൂടാറി കഴിഞ്ഞിട്ട് അതിൽ വെക്കാൻ പറ്റുള്ളൂ. ചൂടാറി വെച്ച് ചെയ്യാം കേട്ടോ. നല്ല സ്മെൽ, നല്ല മണം. എന്നാന്നറിയും, ശർക്കരപ്പാനിയും തേങ്ങയും പഴവും കൂടെ അതിൽ കിടന്ന് വിളഞ്ഞു വരുമ്പോഴുള്ള ആ മണം അല്ലേ, ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നും. ഇത് ഇങ്ങനെയായിട്ട് കഴിക്കാൻ തോന്നും. ഇത് പിള്ളേർക്കില്ലേ, ഈ പിള്ളേർക്കൊക്കെ ഏത്തപ്പഴം ഇങ്ങനെയാക്കി കൊടുക്കാൻ വിളയിച്ച് ഈ പഴം പുഴുങ്ങിയും പഴം ചുട്ടും ചുമ്മാ പഴുത്ത പഴമൊക്കെ കൊടുത്ത് പഴംപൊരിയൊക്കെ കൊടുത്ത് പടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഓരോരോ സ്കൂൾ വിട്ട് വരുമ്പോഴായിരിക്കും ഇതൊക്കെ കമ്പം അല്ലേ കഴിക്കാം കുട്ടികൾക്കേ. പല ഡിഷുകൾ അങ്ങനെ ഇതുപോലെ അട ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കൊടുത്താലും ഇഷ്ടപ്പെടും. എന്നാണെങ്കിലും ഇഷ്ടപ്പെടും. ഇത് പഴമൊക്കെ ആകുമ്പോൾ വയറിനും ഒക്കെ നല്ലതല്ലേ. ഇനി നമ്മളിതേ ഇത് ഓഫ് ചെയ്യുക. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വല്പം ഇങ്ങനെ ഈ പാകത്തിന് നമ്മളിത് ഓഫ് ചെയ്ത് വെക്കണം. കാരണം ഇനി നമ്മൾ അടയൊക്കെ ഇലയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് കഴുകി വാട്ടി അടയൊക്കെ പരത്തി വരണ്ടേ, അന്നേരത്തേക്ക് ഒരു ചൂട് മാറും. തീരെ പാനി വറ്റിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമെന്നാന്ന് വെച്ചാൽ ഉണങ്ങിപ്പോവും അകത്ത് വെക്കാൻ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ പാകത്തിന് ഒരു സ്വല്പം പാനി ഇങ്ങനെ നിൽക്കണ പാകത്തിന് ഓഫ് ചെയ്യണം. ഞാൻ ഈ ഗ്യാസിൽ നിന്ന് മാറ്റി വെക്കുക കേട്ടോ, അല്ലെങ്കിൽ
പെട്ടെന്ന് വാങ്ങും ചൂട് കൊണ്ട്. പാത്രത്തിനും ചൂട്, ഗ്യാസ് ബർണറും ചൂടായിട്ടിരിക്കുമല്ലേ. മാറ്റി വയ്ക്കട്ടെ എന്നാ. ശരി. ഇനി നമുക്ക് ഇല വാട്ടിയാലോ? വാട്ടാം. ഇല ഞാൻ കിറിക്കൊണ്ട് വന്ന് വെച്ച് കഴുകിയതാട്ടോ. അത് ഇച്ചിരി നനവുണ്ട്. ഇലയിൽ ഇതേ ഇങ്ങനെ ആ ഭാഗം ആട്ടോ ഗ്യാസിൽ കാണിക്കുള്ളൂ. കാരണം ഈ ഭാഗത്താണ് നമ്മൾ യൂസ് ചെയ്യണത്. യൂസ് ചെയ്യണ ഭാഗം കാണിക്കൂല കേട്ടോ ഗ്യാസ് ബർണറിൽ. പതുക്കെ അങ്ങ് വാട്ടിയെടുക്കും. അപ്പൊ ഇല വാട്ടിക്കഴിഞ്ഞാൽ ഇല നമ്മള് പച്ചമണം ഉണ്ടാവൂല. 1 2 പൊട്ടും. അത് തന്നെ അത് നമ്മള് പറഞ്ഞിട്ടുണ്ടല്ലേ. പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അട പരത്താൻ നോക്കിയാലോ? പരത്താം. വാട്ടിയല്ല, ഞാൻ കൈ ഒന്ന് ഈ വെള്ളത്തിൽ നനച്ചു. ഈ മാവ് കൈ പിടിക്കാതിരിക്കാനാ, പൊട്ടിപ്പിടിക്കാൻ. എന്തേ സ്വല്പം കുഞ്ഞടയാട്ടം ഉണ്ടാക്കണം. തീരെ ചെറുതല്ല. ഇങ്ങോട്ടെടുത്ത് ദേ കണ്ടോ, കയ്യിൽ ഒട്ടിപ്പിടിക്കൂല. അതെ ഞാൻ കാണിച്ചു തരാം. അത് ഈ വെള്ളവും കൂടെ തൂക്കണോണ്ടുണ്ട് കൂട്ടോ, കയ്യിൽ ഒട്ടിപ്പിടിക്കൂല. ഇങ്ങനെയൊന്നും ഉണ്ടേന്നും ആക്കണ്ട, ഇതിലേക്ക് വെക്കാനുള്ളതല്ലേ. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ എടുത്തതാ. സാധാരണ വെറുതെ ഇങ്ങനെ വെറുതെ വെച്ചു. അത് നമ്മൾ പരത്തണ 2-3 അടയുടെ എടുത്തിട്ടില്ല. ഇതിലൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു കാര്യം ചെയ്യേണ്ട എന്നാന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുക്കണം ഈ വെള്ളത്തിൽ. ഇത് നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളത്തിന്റെ ബാക്കി വെള്ളം യൂസ് ചെയ്യേണ്ടി വന്നാൽ യൂസ് ചെയ്യാന്ന് ഓർത്ത് നമ്മൾ വെച്ചതാ. പിന്നെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അട പരത്തുമ്പോ പരമാവധി നൈസായിട്ട് പരത്തണം. അപ്പൊ എന്നാ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സോഫ്റ്റ് ഉണ്ടാവും അടയ്ക്ക്. കടുകടുവൊന്നിരിക്കൂല. ഏറ്റവും നൈസായിട്ട് പരത്തി അത്രയും നല്ലതാ. ചില അമ്മച്ചിമാരൊക്കെ പരത്തണം കണ്ടാലില്ലേ കൊതി വരും. കണ്ട തീരെ ഇലക്കനത്തില്, അങ്ങനെയാ പറയണേ അവര്, ഇലക്കനം എന്ന് പറയും. ആ കനത്തിൽ ഏറ്റവും നൈസായിട്ട് പരത്തണം കേട്ടോ, അത്രയും നല്ലതാ. വളരെ കഴിക്കുമ്പോഴേ വളരെ സോഫ്റ്റ് ആയിരിക്കും പുറംപാളി ഇതിന്റെ അടയുടെ പുറം. അപ്പൊ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഒരു പ്രത്യേക ടേസ്റ്റാണ്. കൈ തൊടുന്നത് ഇങ്ങനെ കയ്യിൽ മാവ് പിടിക്കാതിരിക്കാൻ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അകത്ത് കുറച്ച് വെച്ച് കൊടുത്താലോ? കൊടുക്കാം. വിളയിച്ച സംഭവമാണ് പ്രധാനം ഇതിൻ്റെ, അല്ലേ? അകത്ത് വെക്കണ സംഭവമാണ് പ്രധാനം. ഈ പിള്ളേർക്കൊക്കെ ഇത് പൊളിച്ച് കഴിക്കാം. ചെറുപ്പകാലങ്ങളിൽ ചില പിള്ളേർക്ക, ഞാൻ ഉൾപ്പെടെയുള്ളത് പറയും കേട്ടോ, ബാല്യത്തിൽ വളരെ ഒരു കൗതുകം അത് പൊളിച്ചെടുക്കാൻ. അന്നൊക്കെ എന്റെയൊക്കെ ബാല്യത്തിലില്ലേ ഈ തേങ്ങ ശർക്കര അകത്ത് വെച്ചുള്ള അടയാട്ട പ്രധാനം. പിന്നെ വേറൊരു ഇതുണ്ട്, ഈ ചക്കയുടെ ഉണ്ടാക്കും. അത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ളത്. ഇതൊക്കെ അത് കഴിഞ്ഞിട്ടുണ്ടായതാ മോനെ. ഈ ഓരോരോ വെറൈറ്റി ഓരോരുത്തർ പരീക്ഷിച്ച് കഴിയുമ്പോ ചെയ്യണതാണ്. ഇനി നമുക്ക് അകത്ത് വെക്കാം കേട്ടോ. മിക്സിങ് നമ്മള് ഈ ഇപ്പൊ കണ്ടോ പാനി വറ്റിയേക്കണുണ്ടോ? നമ്മള് ഓഫ് ചെയ്ത പാകം കാണിച്ചിട്ടില്ലേ പ്രേക്ഷകർക്ക് വേണ്ടി? അപ്പൊ ആ പാകത്തിന് പാനി വെച്ചാണ് ഗ്യാസ് ഓഫ് ചെയ്തത് മാറ്റണം. ആ ബർണറിൽ നിന്ന് നമ്മള് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ബർണറിൽ നിന്ന് മാറ്റി വെച്ചില്ലെങ്കിൽ ബർണറിലെയും ചൂടടിക്കും, പാത്രത്തിന്റെ ചൂട് പിടിച്ച് ഒട്ടും പാനി ഇതിലുണ്ടാവൂല, ഉണങ്ങിപ്പോവും ഈ മിക്സിങ്. അപ്പൊ ഒരിക്കലും അങ്ങനെ ഉണങ്ങിയ ടേസ്റ്റ് കിട്ടൂല. ഇച്ചിരി കുഴമ്പ് പാകത്തിനിരിക്കണം ഇങ്ങനെ. അപ്പൊ അങ്ങനെ മാറ്റി വെച്ചാൽ മതി. ആ പാകത്തിന് ഓഫ് ചെയ്ത് വെച്ചാ ഇനി നമുക്ക് വെക്കാകത്താ. ഇതിലൂടെ വെച്ചേച്ച് നിരത്താട്ടോ. ഇത്ര വെക്കോളൂ. അത് ഓരോരുടെ ഇത് അനുസരിച്ച് ചെയ്യാം. അടയധികം വലിപ്പമുള്ള അടയല്ല എനിക്ക്. ഒത്തിരി വലിയ അടയിലും ഇഷ്ടം ചെറിയ അട, കൂടുതൽ നമ്പർ ഉണ്ടാക്കുക. അപ്പൊ കുഴപ്പമില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ വലിയ അടയാ മോനെ ഉണ്ടാക്കണം. ഈ അടയുടെ ഒരു ഇത്രയും കൂടെ ഉണ്ടാവും. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഒരട കഴിക്കുമ്പോ പിള്ളേർക്ക് തൃപ്തിയാവും. എനിക്ക് പക്ഷെ എങ്ങനെയാന്ന് വെച്ചാൽ ചെറുതാ ഇഷ്ടം. ചെറുതാ എപ്പോഴും നല്ലത്. ഇനി നമുക്ക് മടക്കിയാലോ? മടക്കാം. ഇലയോട് കൂടിയാലേ മടക്കാം. ഇലയോട് കൂടി. ഇനി എന്നാന്നറിയോ ചെയ്യണേ? അത് വെക്കാൻ നേരത്ത് നമുക്ക് അപ്പച്ചമ്പിൽ വെക്കാൻ നേരത്ത് കാണിക്കാം. ഈ വശങ്ങൾ മടക്കി വെക്കണം. അത് ഇപ്പോഴേ മടക്കി വെച്ചാൽ ഇരിക്കൂല. പാത്രത്തിൽ വെക്കാൻ നേരത്ത് കാണിച്ചാൽ പോരെ? ഇപ്പൊ കാണിച്ചു. ഇങ്ങനെ 2 വശം ഒന്ന് മടക്കണം. പിന്നെ കാണിച്ചു തരാം. കണ്ടോ? ഇങ്ങനെ ഉണ്ടോ ചെറുത്? എന്നിട്ട് ഞാനൊരു പാത്രം ഇങ്ങോട്ട് എടുക്കാം. അപ്പച്ചമ്പ് എടുക്കണതിന് മുമ്പ് 3 എണ്ണം മെടഞ്ഞിട്ട് ഒന്നിച്ച് വെക്കാന്ന് ഓർത്താ വേവിക്കാം. ഈ പ്ലേറ്റിലേക്ക് മടക്കി വെച്ചിരിക്കണുണ്ടോ? കമത്തി ഇങ്ങനെ വെക്കണം. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിഞ്ഞു പോരൂല. അപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ഇനി എന്നോട് അറിയാമേലെന്ന് പറയരുത്. ഇനി അടുത്തത് പരത്തിയാലോ? പരത്താം. നമ്മള് അടകളെല്ലാം റെഡിയാക്കി വെച്ചു വേവിക്കാൻ. കാണാമോ? ഇനി നമ്മള് അപ്പച്ചെമ്പിലാണ് നമ്മൾ പുഴുങ്ങിയെടുക്കണം. നമ്മുടെ അപ്പച്ചെമ്പിൽ അടിയിൽ വെള്ളം ഒഴിച്ചു. അപ്പച്ചെമ്പിന്റെ തട്ട് നമ്മൾ അതിൽ വെച്ചു. ഞാൻ അതിന്റെ മീതെ ചുമ്മാ ഒരല്ല ഇങ്ങനെ വെക്കൂ കേട്ടോ. എന്നാണോ വെള്ളം ഇങ്ങനെ ഇതിലേക്ക് അടിച്ച് കയറണ്ടല്ലോ, ഡയറക്റ്റ് ഇങ്ങനെ വെച്ചു.
ഇനി നമ്മൾ അട അതിലേക്ക് വെക്കാം. ഒറ്റയടിക്ക് ചിലപ്പോൾ വെക്കാൻ പറ്റൂല കേട്ടോ, ചെറുതാണെങ്കിൽ 4-5 അട ഇല്ലേ. അപ്പൊ നമുക്ക് വെച്ച് നോക്കാം. വേവ് കയറണ്ടേ അതിലേക്ക്. ഒരെണ്ണം ആദ്യം ഇങ്ങനെ വെച്ചു. മൂന്നെണ്ണം വെക്കാം, അത് മതി. എന്നാലേ കറക്റ്റ് ആയിരിക്കും അത്. അതെ, എല്ലാം കൂടെ വെച്ച് ഇതാക്കണ്ടല്ലോ. 3 വെച്ച് പിന്നെ 2 പിന്നെ വെക്കാം കേട്ടോ നമുക്ക്. പോരെ. ഇനി നമുക്ക് അപ്പച്ചെമ്പ് മൂടാം. അടപ്പൻ ദേവനെ എടുത്തോണ്ട് വരട്ടെ. അപ്പച്ചെമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ചൂടായതിന് ശേഷം ആട്ടോ ഇത് വെക്കണം. അപ്പൊ പെട്ടെന്ന് ആവി വന്നോളൂ. എങ്ങനെ വേണമെങ്കിലും വെക്കാം. ചൂടായതിനു ശേഷം വെച്ചാൽ വേഗം ആവി വരും. വേവധികം ഇല്ല അടയൊക്കെ ആകുമ്പോ, നൈസായിട്ടുള്ളതല്ലേ. അതിങ്ങനെ അടച്ചു വെക്കും. ഇടയ്ക്ക് നമുക്ക് തുറന്ന് നോക്കാം. അപ്പം ഇലയ്ക്ക് ഇടയ്ക്ക് തുറന്ന് നോക്കാം. ഇലയ്ക്ക് ഇങ്ങനെ നല്ല വടിയ പരുവം കാണിച്ചു കൊടുക്കുക. നമ്മൾ മറ്റേലൊക്കെ കാണിച്ചിട്ടുണ്ട്. ആ പാകത്തിന് നമുക്ക് ഓഫ് ചെയ്യാം. ഫുൾ ഫ്ലെയിമിൽ കത്തട്ടെ. ഇനി അവിടെ ഇരുന്ന് വേവട്ടെ. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. ഏതാണ്ട് ഒരു സ്മെല്ലൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഇല വാടിയ മണമൊക്കെ നോക്കാം. ശരിക്ക് വാടിയിട്ടുണ്ട്. നമ്മൾ ഏതാണ്ട് ഒരു 20-25 മിനിറ്റോളം ഇതിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ വെച്ചാ. ഇനി നമുക്ക് ഇതിനെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം ആദ്യം. കാരണം എന്നാന്നോ, ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വേണം അടുത്ത ട്രിപ്പ് വെക്കാൻ. അപ്പൊ നമുക്ക് കോരി എടുത്താലോ? എടുക്കാം. 3 നമ്മൾ വെച്ചത്. എല്ലാം എടുത്തിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് അട വെച്ചിരുന്നത് നമ്മൾ എടുത്തു. ഇത് ആവി പറക്കണ ചൂടോടുകൂടി പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി റൂം ടെമ്പറേച്ചറിൽ നന്നായിട്ട് ഇത് തണുക്കണം. തണുത്തതിന് ശേഷം മാത്രമേ ഇലയിൽ നിന്ന് ഇത് വിട്ടു പോരുകയുള്ളൂ. അപ്പം നമുക്ക് തുറന്ന് കാണിച്ചു കൊടുക്കാം. ഇനി അതിന് ഞാൻ തട്ടിൽ ചുമ്മാ ഇങ്ങനെ വെള്ളം ഒഴിക്കാം. തട്ട് മാറ്റണമെന്നില്ല, അത് ഈ ഹോളുള്ളത് കൊണ്ട് ഇവിടെ വെള്ളം പൊക്കോളും. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ആ വെള്ളം ഒന്ന് തകർന്നിട്ട് വെക്കാം. പച്ചവെള്ളത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവൂലല്ലോ. ഞാൻ ഈ ഇല ആദ്യം നമ്മൾ അതിൽ വെച്ചിരുന്ന കേട്ടോ, മറ്റേത് ചുടാൻ നേരത്തെ. വെള്ളം അങ്ങ് പോട്ടെ കംപ്ലീറ്റ്. ഗ്യാസ് ഓൺ ചെയ്യാൻ പോവാം. വെള്ളം അടിയിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അടിയിലെ വെള്ളം ചൂടായി. അപ്പം ചെമ്പിൽ ഒഴിച്ചിരുന്നത് അപ്പം അതിലേക്ക് ചൂടായി കഴിയുമ്പോൾ 2 വെള്ളം തകർന്നിട്ടോ ചൂടായിട്ടോ എങ്ങനെയെങ്കിലും വയ്ക്കാം. 2 വെച്ച് ഇനി 2 ഉള്ളത്. ഇനി നമുക്ക് അടപ്പ് കൊണ്ട് അടയ്ക്കാം. എങ്ങനെയാണെങ്കിലും ഒരു 20 മിനിറ്റ് വേണം വേവട്ടെ കേട്ടോ. നേരത്തേക്കും വെന്തിരിക്കുന്നത് തണുത്തോളൂ. നമ്മുടെ അടയെല്ലാം റെഡിയായി. ഒരെണ്ണം നമുക്കൊന്ന് പൊളിച്ച് കളയാം. പൊളിച്ചത് എനിക്ക് കഴിക്കാം. പിന്നെ അത് നോക്കി ഇരിക്കുമല്ലേ, ഒന്ന് തണുപ്പായിട്ടൊന്ന് പൊളിച്ച് കിട്ടാൻ റെഡിയായി ഇവിടെ ഇരിക്കുമല്ലേ ഓരോരുത്തരെ കഴിക്കാനായിട്ട്. സൂപ്പർ. ഇങ്ങനെ വെക്കാം. അടിപൊളി. ഒരെണ്ണം കൂടെ പൊളിക്കണമെങ്കിൽ പൊളിക്കാം. വേണ്ട, ഒരെണ്ണം മതിയോ? അടിപൊളിയായിട്ടുണ്ട്. അത് ഇത് നല്ല കുഞ്ഞതാ. നമ്മുടെ ഏത്തപ്പഴം ചേർത്ത് തേങ്ങയും ശർക്കരയും വിളയിച്ച് വെച്ചിട്ടുള്ള നാടൻ അട റെഡിയായിരിക്കും. ഇങ്ങനെ വാഴയിലയിൽ പുഴുങ്ങിയ നാടൻ അട റെഡിയായിരിക്കും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാൻ എന്തായാലും മറക്കരുത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ്. ചെറിയ ഏത്തപ്പഴായതുകൊണ്ട് ചെറിയ ഒരു പുളിയൊക്കെ കിട്ടും. അതെ, നല്ല രസമുള്ള ടേസ്റ്റ് ആണ്. പഴമ നിറഞ്ഞ ഒരു നാടൻ പലഹാരമാണ്. ട്രൈ ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ ഡിഷായിട്ട് ഞങ്ങൾ വീണ്ടും വരേക്കും. ബൈ ബൈ. വീണ്ടും വരുന്നവരേക്കും. ബൈ ബൈ. സീ യു.